പ്രമുഖ വ്യവസായിയും കോടീശ്വരനുമായ സഞ്ജയ് കപൂറിന്റെ മരണം വീണ്ടും ഉയർന്നുവരുവാൻ കാരണം അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ കരിഷ്മ കപൂറുമായിട്ടുള്ള പ്രശ്നങ്ങളുടെ ഓർമ്മപ്പെടുത്തലായിരുന്നു. 2002-ൽ അഭിഷേക് ബച്ചനുമായി വിവാഹനിശ്ചയം കഴിഞ്ഞ കരിഷ്മ കപൂർ വിവാഹനിശ്ചയം കഴിഞ്ഞ് മാസങ്ങൾക്ക് ശേഷം ആ ബന്ധം അവസാനിപ്പിച്ചു. 2003-ൽ കരിഷ്മ ഡൽഹി ആസ്ഥാനമായുള്ള വ്യവസായി സഞ്ജയ് കപൂറുമായി വിവാഹിതയായി. അത് അധികാലം നീണ്ടുനിന്നില്ല. കൈപ്പേറിയതും വളരെ നീണ്ടതുമായ നിയമയുദ്ധത്തിലാണ് അവസാനിച്ചത്. ദമ്പതികൾക്ക് 2 കുട്ടികളുണ്ട്. കരിഷ്മ സഞ്ജയ്ക്കെതിരെ ഗാർഹിക പീഡനം ആരോപിച്ചു. അതേസമയം അവൾ പണത്തിനു വേണ്ടി മാത്രമാണ് അദ്ദേഹത്തെ വിവാഹം കഴിച്ചതെന്ന് സഞ്ജയ് തിരിച്ചാരോപിച്ചു. കരിഷ്മയുടെ പിതാവും മുതിർന്ന നടനുമായ രൺധീർ കപൂർ ആ വിവാഹത്തെ എതിർത്താണ് എപ്പോഴും സംസാരിച്ചിരുന്നത്. 2016-ൽ ഹിന്ദുസ്ഥാൻ ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ സഞ്ജയ്ക്കെതിരെ രൺധീർ വളരെ വികാരഭരിതനായി പറഞ്ഞു, സഞ്ജയ് ഒരു മൂന്നാംതരം മനുഷ്യനാണ്. അയാൾ ഒരിക്കലും തന്റെ ഭാര്യയെ ശ്രദ്ധിച്ചിരുന്നില്ല. അയാൾ മറ്റൊരു സ്ത്രീയോടൊപ്പം ജീവിക്കുകയാണ്. നമ്മൾ കപൂർമാരാണ്. എല്ലാവർക്കും ഞങ്ങളുടെ യോഗ്യതകൾ അറിയാം. ആരുടെയും പണത്തിനു പിന്നാലെ ഓടേണ്ട ആവശ്യമില്ല. പണം മാത്രമല്ല, നമ്മുടെ കഴിവുകൾക്ക് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മെ പിന്തുണയ്ക്കാൻ കഴിയും. ഒടുവിൽ 2016-ൽ വിവാഹമോചന കരാർ പ്രകാരം സഞ്ജയ് കരിഷ്മയ്ക്ക് 70 കോടി രൂപ ജീവനാംശം നൽകി. ANIയുടെ ഒരു റിപ്പോർട്ട് പ്രകാരം അദ്ദേഹം അവരുടെ 2 കുട്ടികൾക്കായി 14 കോടി രൂപ ബോണ്ടുകളിൽ നിക്ഷേപിച്ചു. ഇത് പ്രതിവർഷം 10 ലക്ഷം രൂപ പലിശ നൽകുന്നു. കൂടാതെ മുമ്പ് തന്റെ പിതാവ് സ്വന്തമാക്കിയിരുന്ന ഒരു വീടിന്റെ ഉടമസ്ഥാവകാശം അദ്ദേഹം കരിഷ്മയ്ക്ക് കൈമാറി.